ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായം. അനന്തരം ഗിദെയോൻ എന്ന യെരുബ്ബാലും അവനോട് കൂടെയുള്ള ജനമൊക്കെയും അധികാലത്ത് പുറപ്പെട്ട് ഹരോദ് ഉറവിനരികെ പാളയമിറങ്ങി. മിദ്യാന്യരുടെ പാളയമോ അവർക്ക് വടക്ക് മോരെ കുന്നിനരികെ താഴ്വരയിൽ ആയിരുന്നു. യഹോവ ഗിദെയോനോട്, നിന്നോട് കൂടെയുള്ള ജനം അധികമാകുന്നു, എൻ്റെ കൈ എന്നെ രക്ഷിച്ചു എന്ന് ഇസ്രായേൽ എൻ്റെ നേരെ വമ്പു പറയാതിരിക്കേണ്ടതിന് ഞാൻ മിദ്യാന്യരെ ഇവരുടെ കയ്യിൽ ഏൽപ്പിക്കയില്ല. ആകയാൽ നീ ചെന്ന് ആർക്കെങ്കിലും ഭയവും ഭീരുത്വമുണ്ടെങ്കിൽ അവൻ ഗിലെയാദ് പർവ്വതത്തിൽ നിന്ന് മടങ്ങിപ്പോയിക്കൊള്ളട്ടെ എന്ന് ജനത്തിൽ പ്രസിദ്ധപ്പെടുത്തുക എന്ന് കൽപ്പിച്ചു. എന്നാൽ ജനത്തിൽ 20,000 പേർ മടങ്ങിപ്പോയി, 10,000 പേർ ശേഷിച്ചു. യഹോവ പിന്നെയും ഗിദെയോനോട്, ജനം ഇനിയും അധികമാകുന്നു, അവരെ വെള്ളത്തിലേക്ക് കൊണ്ടുപോവുക, അവിടെ വെച്ച് ഞാൻ അവരെ പരിശോധിച്ചു തരാം. ഇവൻ നിന്നോട് കൂടെ പോരട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നവൻ പോരട്ടെ, ഇവൻ നിന്നോടുകൂടെ പോരേണ്ട എന്ന് ഞാൻ കൽപ്പിക്കുന്നവൻ പോരേണ്ട എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവൻ ജനത്തെ വെള്ളത്തിങ്കിലേക്ക് കൊണ്ടുപോയി. യഹോവ ഗിദെയോനോട്, പട്ടി നക്കി കുടിക്കും പോലെ നാവുകൊണ്ട് വെള്ളം നക്കി കുടിക്കുന്നവരൊക്കെ വേറെയും കുടിപ്പാൻ മുട്ടുകുത്തി കുനിയുന്നവരെയൊക്കെയും വേറെയും നിർത്തുക എന്ന് കൽപ്പിച്ചു. കൈ വായ്ക്കു വെച്ച് നക്കി കുടിച്ചവൻ ആകെ 300 പേർ ആയിരുന്നു. ശേഷം ജനമൊക്കെയും വെള്ളം കുടിപ്പാൻ മുട്ടുകുത്തി കുനിഞ്ഞു. യഹോവ ഗിദെയോനോട്, നക്കി കുടിച്ച 300 പേരെ കൊണ്ട് ഞാൻ നിങ്ങളെ രക്ഷിച്ച് മിദ്യാന്യരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കും. ശേഷം ജനമൊക്കെയും താന്താങ്ങളുടെ സ്ഥലത്തേക്ക് പോകട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവർ ജനത്തിൻ്റെ ഭക്ഷണ സാധനങ്ങളും കാഹളങ്ങളും വാങ്ങി. ശേഷം ഇസ്രായേലരെയൊക്കെയും അവൻ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും ആ 300 പേരെ നിർത്തുകയും ചെയ്തു. എന്നാൽ മിദ്യാന്യരുടെ പാളയം താഴെ സമഭൂമിയിലായിരുന്നു. അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചത്, എഴുന്നേറ്റ് പാളയത്തിന് നേരെ ഇറങ്ങിച്ചെല്ലുക, ഞാൻ അത് നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഇറങ്ങിച്ചെല്ലുവാൻ നിനക്ക് പേടിയുണ്ടെങ്കിൽ നീയും നിന്റെ ബാല്യക്കാരനായ പൂരയും കൂടെ പാളയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുക. എന്നാൽ അവർ സംസാരിക്കുന്നത് എന്തെന്ന് നീ കേൾക്കും. അതിൻ്റെ ശേഷം പാളയത്തിന് നേരെ ഇറങ്ങിച്ചെല്ലുവാൻ നിനക്ക് ധൈര്യം വരും. അങ്ങനെ അവനും അവൻ്റെ ബാല്യക്കാരനായ പൂരയും പാളയത്തിൽ ആയുധപാണികളുടെ സമീപത്തോളം ഇറങ്ങിച്ചെന്നു. എന്നാൽ മിദ്യാന്യരും അമലേക്യരും കിഴക്ക് ദേശക്കാരൊക്കെയും വെട്ടുക്കിളി എന്ന പോലെ അസംഖ്യമായി താഴ്വരയിൽ കിടന്നിരുന്നു. അവരുടെ ഒട്ടകങ്ങളും കടൽക്കരയിലെ മണൽ പോലെ അസംഖ്യമായിരുന്നു. ഗിദെയോൻ ചെല്ലുമ്പോൾ ഒരുത്തൻ മറ്റൊരുത്തനോട് ഒരു സ്വപ്നം വിവരിക്കുകയായിരുന്നു. ഞാൻ ഒരു സ്വപ്നം കണ്ടു. ഒരു യവയപ്പം മിദ്യാന്യരുടെ പാളയത്തിലേക്ക് ഉരുണ്ടുവന്നു, കൂടാരം വരെ എത്തി, അതിനെ തള്ളിമറിച്ചിട്ട് അങ്ങനെ കൂടാരം വീണു കിടക്കുന്നു എന്ന് പറഞ്ഞു. അതിന് മറ്റവൻ, ഇത് യോവാശിന്റെ മകനായ ഗിദെയോൻ എന്ന ഇസ്രായേലിൻ്റെ വാളല്ലാതെ മറ്റൊന്നുമല്ല. ദൈവം മിദ്യാന്യരെയും ഈ പാളയത്തെയൊക്കെയും അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഗിദെയോൻ സ്വപ്നവും പൊരുളും കേട്ടപ്പോൾ നമസ്കരിച്ചു. ഇസ്രായേലിന്റെ പാളയത്തിൽ മടങ്ങിച്ചെന്നു. എഴുന്നേൽപ്പീൻ, യഹോവ മിദ്യാന്റെ പാളയത്തെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അനന്തരം അവൻ ആ 300 പേരെ 3 കൂട്ടമായി വിഭാഗിച്ചു. ഓരോരുത്തൻ്റെ കയ്യിൽ ഓരോ കാഹളവും വെറും കുടവും കുടത്തിനകത്ത് ഓരോ പന്തവും കൊടുത്തു. അവരോട് പറഞ്ഞത്, ഞാൻ ചെയ്യുന്നത് നോക്കി അതുപോലെ ചെയ്യുവീൻ. പാളയത്തിൻ്റെ അറ്റത്തെത്തുമ്പോൾ ഞാൻ ചെയ്യുന്നതുപോലെ നിങ്ങളും ചെയ്യുവീൻ. ഞാനും എന്നോട് കൂടെയുള്ളവരും കാഹളം ഊതുമ്പോൾ നിങ്ങളും പാളയത്ത് ചുറ്റും ചെന്ന് നിന്ന് കാഹളമൂതി യഹോവയ്ക്കും ഗിദെയോനും വേണ്ടി എന്ന് പറയുവീൻ. മധ്യയാമത്തിൻ്റെ ആരംഭത്തിൽ അവർ കാവൽ മാറി നിർത്തിയ ഉടനെ ഗിദെയോനും കൂടെയുള്ള 100 പേരും പാളയത്തിൻ്റെ അറ്റത്തെത്തി കാഹളമൂതി കയ്യിലുണ്ടാകുന്ന കുടങ്ങൾ ഉടച്ചു. 3 കൂട്ടവും കാഹളമൂതി കുടങ്ങൾ ഉടച്ചു. ഇടത് കൈയിൽ പന്തവും വലത്ത് കൈയിൽ ഊതുവാൻ കാഹളവും പിടിച്ചു. യഹോവയ്ക്കും ഗിദെയോനും വേണ്ടി വാൾ എന്ന് ആർത്തു. അവർ പാളയത്തിന് ചുറ്റും ഓരോരുത്തൻ താന്താൻ്റെ നിലയിൽ തന്നെ നിന്നു. പാളയമെല്ലാം പാച്ചിൽ തുടങ്ങി. അവർ നിലവിളിച്ചുകൊണ്ട് ഓടിപ്പോയി. ആ 300 പേരും കാഹളം ഊതിയപ്പോൾ യഹോവ പാളയത്തിലൊക്കെയും ഓരോരുത്തൻ്റെ വാൾ താന്താൻ്റെ കൂട്ടുകാരൻ്റെ നേരെ തിരിപ്പിച്ചു. സൈന്യം
സെരേര വഴിയായി ബേത് ചിത്ത വരെയും തബത്തിനരികെയുള്ള ആബേൽ മെഹാലയുടെ അതിർവരെയും ഓടിപ്പോയി. ഇസ്രായേൽ നഫ്താലിയിൽ നിന്നും ആശേരിൽ നിന്നും മനശ്ശെയിൽ നിന്നൊക്കെയും ഒരുമിച്ചുകൂടി മിദ്യാന്യരെ പിന്തുടർന്നു. ഗിദെയോൻ എഫ്രയീം മലനാട്ടിൽ എല്ലായിടവും ദൂതന്മാരെ അയച്ചു. മിദ്യാന്യരുടെ നേരെ ഇറങ്ങിച്ചെന്നു ബേത് പരാ വരെയുള്ള വെള്ളത്തെയും യോർദാനെയും അവർക്ക് മുമ്പാകെ കൈവശമാക്കിക്കൊള്ളുവിൻ എന്ന് പറയിച്ചു. അങ്ങനെ തന്നെ എഫ്രൈമ്യർ ഒക്കെയും ഒരുമിച്ച് ബേത് പര വരെയുള്ള വെള്ളവും യോർദാനും കൈവശമാക്കി. ഓരബ് ഷേബ് എന്ന 2 മിദ്യാന്യ പ്രഭുക്കന്മാരെ അവർ പിടിച്ചു. ഓരബിനെയും ഓരേബ് പാറമേലും സേബിനെ സേബ് മുന്തിരിച്ചക്കിനരികെയും വെച്ച് കൊന്നിട്ട് മിദ്യാന്യരെ പിന്തുടർന്നു. ഓരബിൻ്റെയും സേബിൻ്റെയും തല യോർദാനക്കരെ ഗിദെയോൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഇങ്ങനെ ന്യായാധിപന്മാർ 7-ാം അധ്യായം അവസാനിക്കുന്നു.